Hello friends, good morning to one and all. Warm welcome to my new video on the detailed discussion of Introductory Economics 1. That is our paper, Introductory Economics 1. Here please understand this topic is related to complementary course for non-economic students. Okay. എക്കണോമിക് സ്റ്റുഡൻസിനുള്ള കോംപ്ലിമെൻ്ററി കോഴ്സ് അല്ല. നമുക്ക് ബാങ്കിങ് ഉണ്ട്, കോപ്പറേഷൻ ഉണ്ട്, സോഷ്യോളജി ഉണ്ട്, സൈക്കോളജി ഒക്കെ ഉണ്ട്, കോംപ്ലിമെൻ്ററി കോഴ്സ്. ഓക്കെ. റിവൈസ്ഡ് സിലബസ് പ്രകാരം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ റിവൈസ്ഡ് സിലബസ് പ്രകാരം ഹിസ്റ്ററി പോലെയുള്ള നോൺ എക്കണോമിക് സബ്ജക്ട്സിന് 2 കോംപ്ലിമെൻ്ററി പേപ്പർ ഉണ്ടാവും. അതിൽ ഒരു കോംപ്ലിമെൻ്ററി പേപ്പർ പ്രൊവൈഡ് ചെയ്യുന്നത് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ആ പേപ്പറിൻ്റെ പേരാണ് ഇൻട്രൊഡക്ടറി എക്കണോമിക്സ് 1. ഓക്കെ. ഇൻ ദി പ്രീവിയസ് സിലബസ് ഓർ ഓൾഡ് സിലബസ് ഇറ്റ് വാസ് നോൺ ആസ് എസെൻഷ്യൽസ് ഓഫ് എക്കണോമിക്സ്, മൈക്രോ, മാക്രോ ആൻഡ് സോ ഓൺ. ഓക്കെ. റിവൈസ്ഡ് സിലബസിൽ സബ്ജക്റ്റിൻ്റെ ടൈറ്റിൽ മാറ്റിയിട്ടുണ്ട്, ഇൻട്രൊഡക്ടറി എക്കണോമിക്സ് 1. ഓക്കെ. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഭവം കോംപ്ലിമെൻ്ററി കോഴ്സാണ്. കോംപ്ലിമെൻ്ററി, യുവർ കോംപ്ലിമെൻ്ററി കോഴ്സ്. നമുക്കറിയാം കോംപ്ലിമെൻ്ററി കോഴ്സ് സെം, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് ഓരോ സെമസ്റ്ററിലും ഒരു കോംപ്ലിമെൻ്ററി പേപ്പർ ഉണ്ടാവും. ഒരു എക്സാമ്പിൾ പറയാം. സപ്പോസ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓപ്റ്റഡ് ഇൻട്രൊഡക്ടറി എക്കണോമിക്സ് 1 ഇൻ ദി ഫസ്റ്റ് സെമസ്റ്റർ. സപ്പോസ് ഇപ്പോൾ എക്കണോമിക്സിൻ്റെ കോംപ്ലിമെൻ്ററി പേപ്പർ ഫസ്റ്റ് സെമസ്റ്ററിൽ ഓപ്റ്റ് ചെയ്താൽ then the department can opt introductory economics second only in the 4th semester. Okay. അപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. PSMO കോളേജിൽ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോംപ്ലിമെൻ്ററി പേപ്പർ ഇൻട്രൊഡക്ടറി എക്കണോമിക്സ് ആണ്. PSMO കോളേജിൽ ഞങ്ങൾ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഹിസ്റ്ററിയിലെ കോംപ്ലിമെൻ്ററി പേപ്പർ ഫസ്റ്റ് സെമസ്റ്ററിലാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇൻട്രൊഡക്ടറി എക്കണോമിക്സ് 1 സെമസ്റ്റർ 1 വരും. ദെൻ ഇൻട്രൊഡക്ടറി എക്കണോമിക്സ് സെക്കൻഡ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് എവിടെയാണ്? 4th സെമ്മിലാണ്. ഓക്കെ. അത് മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ അർത്ഥം സെക്കൻഡ് സെമസ്റ്ററിലും തേർഡ് സെമസ്റ്ററിലും ടൈപ്പ് 2 എന്ന് പറഞ്ഞിട്ടുള്ള കോംപ്ലിമെൻ്ററി കോഴ്സ് കോളേജ് ഓപ്റ്റ് ചെയ്യും. ഓക്കെ. ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ദാറ്റ് കോംപ്ലിമെൻ്ററി പേപ്പർ ഹിയർ ഇതിന് ക്രെഡിറ്റൊക്കെ അത്യാവശ്യം ക്രെഡിറ്റ് ഉള്ളൊരു പേപ്പറാണ്. ഇതിൻ്റെ എക്സാം 2.5 മണിക്കൂറാണ് വരിക കേട്ടോ. 2.5 hours ആണ്. ടോട്ടൽ മാർക്ക് 80 ആണ്. 80 മാർക്സിനാണ് എക്സാം ഉണ്ടാവുക. ഓക്കെ. ഇത് എക്സ്റ്റേണൽ ഇവാലുവേഷൻ 80 മാർക്സ് ആണ്. പ്ലസ് 20 മാർക്ക് നിങ്ങൾക്ക് എന്താണ്? ഇൻറ്റേർണൽ ഇവാലുവേഷൻ ആണ്. ദെൻ ടോട്ടൽ മാർക്ക് ഈസ് 100. ഓക്കെ. അപ്പോൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കുക. 100 മാർക്കിൻ്റെ പേപ്പറാണ്. കോർ കോഴ്സ് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേപ്പറാണ് കോംപ്ലിമെൻ്ററി പേപ്പർ എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എക്സാമിനെ പറ്റി പറയാനുള്ളത്. ഇനി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സാമിനെ കുറിച്ചും അതിൻ്റെ എക്സാം പാറ്റേണും ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണൊക്കെ മനസ്സിലാക്കാൻ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റിവൈസ്ഡ് സിലബസ് BA എക്കണോമിക്സ് ആണ് ഫോക്കസ് ചെയ്തത്. ബട്ട് കോംപ്ലിമെൻ്ററി പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ സെയിം പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. യു ക്യാൻ വാച്ച് ഇറ്റ്. ഓക്കെ. ഫ്രം മൈ യൂട്യൂബ് ചാനൽ. അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു യൂണിവേഴ്സിറ്റി എക്സാം എഴുതാൻ പറ്റുക, അതിൻ്റെ സ്ട്രാറ്റജി എന്താണ്, എത്ര ടൈം ഓരോ ക്വസ്റ്റ്യൻ അലോട്ട് ചെയ്തിട്ടുണ്ട്, 2 മാർക്ക് എങ്ങനെയാണ്, സീലിംഗ് ഓഫ് മാർക്സ്, ടോട്ടൽ മാർക്സ് എങ്ങനെയാണ്, എസ്സേ ടൈപ്പ് എങ്ങനെയാണ്, പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് എന്നുള്ളതും വിശദമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. യു മസ്റ്റ് വാച്ച് ഇറ്റ്. ഓക്കെ. നൗ വി കൻ ഡിസ്കസ് ദ ഡീറ്റെയിൽഡ് സിലബി ഓഫ് ഇൻട്രൊഡക്ടറി എക്കണോമിക്സ് 1. Please understand this paper includes 5 modules. Okay, 5 chapters ഉണ്ട് ഈ പേപ്പറിൽ. All these 5 modules that actually involves both microeconomics and macroeconomics. Okay. കാരണം പണ്ട് ഫസ്റ്റ് സെമസ്റ്ററിലും സെക്കൻഡ് സെമസ്റ്ററിലും പഠിപ്പിച്ചിരുന്ന പേപ്പർ കമ്പൈൻ ചെയ്തിട്ട് എന്താണ് ഫസ്റ്റ് സെമ്മിൽ തന്നിക്കാണ് ഹവേഴ്സ് കൂട്ടിയും ചെയ്ത്. പേടിക്കണ്ട കേട്ടോ, വളരെ സിമ്പിളായിട്ടുള്ള പേപ്പേഴ്സാണ്, ലൈറ്റ് ടോപ്പിക്കാണ് എല്ലാം ഉള്ളത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്കത് ഡീൽ ചെയ്യാൻ പറ്റും. എക്കണോമിക്സിനെ പേടിച്ചിട്ട് ആരും നിൽക്കരുത്. ഇറ്റ് ഈസ് വെരി സിമ്പിൾ സബ്ജക്റ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ സബ്ജക്റ്റ്. It is actually very closely related to our life.
Okay, economics, its principles and techniques actually inseparable with our life. So, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പ്രാക്ടിക്കലായിട്ട് ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന പേപ്പേഴ്സാണ്. ഓക്കെ, ദെൻ ഹിയർ മൊഡ്യൂൾ 1 ബേസിക്സ് ഓഫ് എക്കണോമിക്സ് ആണ്. ദ ടൈറ്റിൽ ഓഫ് മൊഡ്യൂൾ ഈസ് ബേസിക്സ് ഓഫ് എക്കണോമിക്സ്. സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഡിമാൻഡ് ആൻഡ് സപ്ലൈ. സെക്കൻഡ് മൊഡ്യൂൾ എന്താണ്? ഡിമാൻഡ് ആൻഡ് സപ്ലൈ. തേർഡ് മൊഡ്യൂൾ ഈസ് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. Okay, fourth module, national income concepts and meaning, and last module, classical versus Keynesian economics. Okay, but first 3 modules that come under microeconomics, first to 3 chapters that come under microeconomics, and fourth and fifth module that is come under macroeconomics. Okay, are you okay? Now we can simply understand all this syllabus. Okay, Module 1, Basics of Economics. What are the major areas that come under Basics of Economics? Here, first topic, economics and its definition. Very simple. The definition of Adam Smith. The definition given by Adam Smith. An inquiry into the nature and causes of wealth of nations. Economics is the study of wealth according to Adam Smith. Who is the father of economics? Adam Smith. And who is the father of macroeconomics? Yeah, John Maynard Keynes. Who is the father of Indian economy? It is, Dadabhai Naoroji. Okay. See, economics, Lionel Robbins, scarcity definition, and Marshall growth definition, and welfare definition, and so on. So here, this topic here, I would like to say you can watch a video from my YouTube channel. The title is, Are there any differences between economics and economy? Very, very useful video. Then I will give the YouTube link of that video in my comment segment. Okay, അപ്പോൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആ വീഡിയോ മസ്റ്റായിട്ട് കാണും. വാട്ട് അബൌട്ട് എക്കണോമിക്സ്? വെരി ഇൻട്രസ്റ്റിംഗ്. വാട്ട് ഈസ് എക്കണോമിക്സ് ആൻഡ് വാട്ട് ഈസ് എക്കോണമി? Very simple. Now, importance of economics. I don't want to explain it. Importance of economics here, economics is actually dealing with the economic behavior of human beings in relation to production, consumption, distribution, and so on. What is the relevance of economics here? Human wants are unlimited, but the resources to satisfy all these wants are limited, and it is also dwindling or declining day by day. So economics is actually trying to give, that is, a strategy to optimize or optimum utilization of the available resources or minimum resources. Okay, അപ്പോൾ എക്കണോമിക്സ് ആ രീതിയിൽ മനസ്സിലാക്കുക. വളരെ സിമ്പിളായിട്ട് എക്കണോമിക്സിൻ്റെ മീനിങ്ങും അതിൻ്റെ പ്രാധാന്യം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് പോകാം. Then next area, relation with other social sciences. We needed to understand the relationship between economics and history. Then similarly, sociology. Okay, then polity, anthropology, etc. That is a very simple topic. You can expect 5 mark questions or even essay type questions from that area. Now, another very interesting topic is basic problems of an economy. Very, very, very important topic. What to produce, then how to produce, then for whom to produce. So these are the 3 fundamental problems or central problems of an economy. Definitely you can expect an essay topic. The last one, microeconomics versus macroeconomics. I don't want to explain more here. Macro, that is micro, that is the word derived from Greek word micros, which means small, microscopic study of economics. And macro, that means large, that dealing with the entire economy. See, economics and definition, and also micro and macro, you can watch that video. Are there any differences between economics and economy? This is about module 1, basics of economics, that come under introductory economics 1 for non-economic students. Okay, let me explain module 2, demand and supply. Okay, yes, demand and supply, very, very interesting topic. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ +2 എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ടാവും. ആ +2 പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. കുറച്ചും കൂടി ഒരു പ്രാക്ടിക്കലായിട്ട് ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ പഠിക്കുക എന്നുള്ളൂ. ഓക്കെ,
The first topic that is associated with utility and utility function. Utility and utility function. ഇവിടെ നിങ്ങൾ മനസ്സിലേക്ക് വരണം കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. ക്ലാസിക്കൽ എക്കണോമിക്സ് ഒക്കെ ആ രീതിയിലാണ് വരുന്നത്. ദെൻ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. കാർഡിനൽ യൂട്ടിലിറ്റിയിൽ വരുന്നതാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. അതിൻ്റെ ഷെഡ്യൂള് പ്ലസ് കർവ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റും. ഒരു എസ്സേ ടോപ്പിക്കിന് മാർക്ക് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഡെഫിനറ്റ്ലി അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ടൈപ്പ്. ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ദാറ്റ് ഈസ് marginal utility, that is the concept. Addition to total utility when you consume one more unit of product. That is marginal utility. Another concept, there are lots of things are there. And ordinal analysis, that is associated with indifference curve, revealed preference theory and so on. പേടിക്കേണ്ട ആ ടോപ്പിക്ക് നിങ്ങളുടെ സിലബസിലില്ല. ഓക്കെ, സിമ്പിളായിട്ട് നമുക്കിത് ഡീൽ ചെയ്യാൻ പറ്റും. അനദർ ഏരിയ ഡിമാൻഡ് ആൻഡ് ലോ ഓഫ് ഡിമാൻഡ്. Other things remaining being same, there is an inverse relationship between price of the product and its quantity demanded. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ആ കർവ് ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും അല്ലേ. ഡിമാൻഡ് കർവ്, that is represents demand curve. Here price, here quantity demand. When price increases, quantity demand declined. When price decreases, quantity demand increased. Okay, so very simple topic, law of demand and also elasticity of demand, especially price elasticity of demand. Percentage change in quantity demanded to percentage change in price. എല്ലാവർക്കും കാണാപ്പാടായിട്ടുള്ള ഏരിയ ആണ്. ടൈപ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്, perfectly elastic demand, perfectly inelastic demand, more elastic demand and less elastic demand. There are 5 types of elasticity. Okay, now cost and cost function, that is also very important. Cost function, it is actually a derived function. ഞാൻ വളരെ ഒരു ഹിൻഡ് മാത്രമേ തരുന്നുള്ളൂ കേട്ടോ. ടോപ്പിക്ക് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ള സംഭവങ്ങളാണ്. കോസ്റ്റ്, C is equal to function of X, that is output. And there are a number of things are there. Opportunity cost, variable cost, fixed cost, total cost, marginal cost, average cost, and also explicit cost, implicit cost, real cost. Alfred Marshall കൊണ്ടുവന്ന real cost and so on. ഈ ഏരിയ കഴിഞ്ഞാൽ ഡിമാൻഡുമായി ബന്ധപ്പെട്ട ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ദെൻ കോസ്റ്റ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഈ ഏരിയ കഴിഞ്ഞാൽ പിന്നെ വരുന്ന പ്രധാനപ്പെട്ട ഏരിയ ആണെന്ത്? സപ്ലൈ. ഓക്കെ, ദാറ്റ് ഈസ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ there are 2 forces ഉണ്ട്. ഡിമാൻഡ് ഉണ്ട്, സപ്ലൈ ഉണ്ട്. ഹിയർ സപ്ലൈ ഫംഗ്ഷൻ ആൻഡ് സപ്ലൈ കർവ്. സപ്ലൈ കർവ് ഒക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും അല്ലേ. ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ഡിമാൻഡ്, പോസിറ്റീവ്ലി ആൻഡ് സ്ലോപ്ഡ്, ആൻഡ് there is, we can see when price increases, supply also increases, and this is supply curve and so on. You can frame individual supply curve and market supply curve, etc. And also elasticity of supply. ഇവിടെ ഡിമാൻഡ് നല്ല രീതിയിൽ പഠിച്ചാൽ ആ ടോപ്പിക്ക് എളുപ്പമാണ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആൻഡ് ജസ്റ്റ് കൗണ്ടർ പാർട്ടാണെന്ത്? ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. വെരി സിമ്പിൾ ടോപ്പിക്. ആൻഡ് ഇക്വിലിബ്രിയം പ്രൈസ്, ദാറ്റ് ഈസ് 2 opposing forces like demand and supply that intersect or that is cut in a point. That means symbol equilibrium point, demand and supply. This is the equilibrium point, this one. Okay, simple. അപ്പോൾ ഇത് പഠിക്കാനുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു ഫോർമാറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നല്ല പുസ്തകങ്ങളൊക്കെ വായിക്കുക, വളരെ കോൺഫിഡൻസോട് കൂടി മുന്നോട്ട് പോവുക. മാഡം മേരി ക്യൂറി പറഞ്ഞിട്ടുണ്ട് അല്ലേ, നത്തിങ് ഇൻ ലൈഫ് ഈസ് ടു ബി ഫിയർഡ്, ഇറ്റ് ഈസ് ഓൺലി ടു ബി അണ്ടർസ്റ്റുഡ്. ജീവിതത്തിൽ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല, എല്ലാം മനസ്സിലാക്കേണ്ടതേ ഉള്ളൂ. എക്കണോമിക്സിനെ പറ്റി പേടിക്കണ്ട കേട്ടോ. ഇൻട്രൊഡക്ടറി എക്കണോമിക്സ് സിമ്പിളാണ്, മനസ്സിലാക്കി പോയാൽ മതി. റിവിഷൻ നടത്തുക, നല്ല നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇക്വിലിബ്രിയം പ്രൈസ് നമ്മൾ പറഞ്ഞു. ദെൻ ലാസ്റ്റ് ഐറ്റം ദാറ്റ് കം അണ്ടർ മൊഡ്യൂൾ 2 ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ദാറ്റ് ഈസ് മാർക്കറ്റ് ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ. മാർക്കറ്റ് എന്ന് പറയുമ്പോൾ മൊണോപ്പൊളി. ഓക്കെ, ദെൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, monopolistic competition, oligopoly. These are the 4 fundamental markets.
Then duopoly, oligopsony, bilateral monopoly, there are number of things are there. Okay. അപ്പോൾ see, this is about module second, demand and supply. വളരെ സിമ്പിളായിട്ട് ഉഷാറായിട്ട് പ്രിപ്പയർ ചെയ്യാം. Then third module we are going to discuss production and distribution. Right. Yes, there are 6 important areas that are associated with module 3, production and distribution. മൈക്രോ എക്കണോമിക്സിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് വരുന്നത് കേട്ടോ. മൈക്രോ എക്കണോമിക്സ് ഫസ്റ്റ് 3 modules ആണ്. റിമൈനിങ് 4th and 5th that come under macro economics. അപ്പോൾ ഇൻട്രൊഡക്ടറി എക്കണോമിക്സ് 1 എന്ന് പറഞ്ഞാൽ it is the combination of microeconomics and macroeconomics. Here, the first topic is factors of production. Factors of production: land, labor, capital, and entrepreneurship. Okay, these are the 4 factors of production. Now, landholder will get rent as remuneration, labor will get wage, capital holder will get rate of interest as return, and entrepreneur or organizer will get profit. Okay, these are the things associated with the factors of production. Then production means transformation of input into output. Then production function means the technical relationship between input and output. Right, very simple topic. I will do all these areas in a simple videos. Okay, ചെറിയ ടോപ്പിക്കുകളായിട്ട് എല്ലാ ഏരിയാസും നമ്മൾ ലൈറ്റ് ബോർഡ് വെച്ചിട്ട് വീഡിയോ സെറ്റ് ആക്കും. ഡോണ്ട് വറി. ഓക്കെ, ഐ വിൽ വിത്ത് യു, ബട്ട് ഐ നീഡ് യുവർ സപ്പോർട്ട്. വീഡിയോ A to Z കാണണം, നല്ല സപ്പോർട്ട് ചെയ്യണം, അപ്പോൾ ഒത്തിരി വീഡിയോസൊക്കെ ചെയ്യാനുള്ള എനർജി ഉണ്ടാവുള്ളൂ. റൈറ്റ്. അപ്പോൾ പ്രൊഡക്ഷൻ ഫങ്ഷൻ, അതുപോലെ തന്നെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. Then types of production function. There are 2 types of production function, that is short run production function and long run production function. Short run production function വരുന്നതാണ് law of variable proportions. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ, the law of variable proportions. Long run production function, you can see, returns to scale. Okay. Then short run production എന്ന് പറഞ്ഞാൽ ഇപ്പോൾ short run production function is simple equation പറയുകയാണെങ്കിൽ Q is equal to function of labor and capital. Here capital is fixed. You can change only one input, that is labor, other input is fixed. Now you can analyze the law of variable proportions. There are 3 stages. വളരെ രസകരമായിട്ടുള്ള ഒരു കർവ് ഒക്കെ ഉണ്ട് അതിൽ. ഞാൻ പെട്ടെന്നൊന്ന് ഡ്രോ ചെയ്യാം. ഇസൻറ്റ് ഇറ്റ്? ഇങ്ങനെ ഒരു ടോട്ടൽ പ്രോഡക്റ്റ് കർവ് നിങ്ങൾ +2 പഠിച്ചൊന്ന് ഇങ്ങനെ ഓർമ്മ വെക്കുക കേട്ടോ. ദെൻ മാർജിനൽ പ്രോഡക്റ്റ് കർവ്, അത് നെഗറ്റീവ് ആവും. ദെൻ ആവറേജ് പ്രോഡക്റ്റ് കർവ്, അല്ലേ? ഇങ്ങനെ നമുക്ക് അറിയാം. ദിസ് ഈസ് ഫസ്റ്റ് സ്റ്റേജ്, ദിസ് ഈസ് സെക്കൻഡ് സ്റ്റേജ്, ദെൻ ദിസ് ഈസ് സെക്കൻഡ് സ്റ്റേജ്, ദിസ് ഈസ് തേർഡ് സ്റ്റേജ്. ഇങ്ങനെ സംഭവമൊക്കെ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേജ് ആണെന്ത്? ഇൻക്രീസിങ് റിട്ടേൺസ്. സെക്കൻഡ് സ്റ്റേജ് ഡിമിനിഷിങ് റിട്ടേൺസ്. തേർഡ് സ്റ്റേജ് നെഗറ്റീവ് റിട്ടേൺസ്. ഒരു എസ്സേ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ. ദെൻ സിമിലർലി ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ദ ലോങ് റൺ quantity of output or X is equal to function of labor and capital, but here all the factors of production are variable, and the long run production function, you can see a beautiful theory which is known as returns to scale, where increasing returns to scale, decreasing returns to scale, and also constant returns to scale. Okay, now economies of scale, that is related to large scale production, the positive things associated with large scale of production, where you can see economies of scale, and all the adversities or negatives associated with large scale production, we can simply say diseconomies of scale. Okay, that is also very interesting theory. And distribution, where marginal productivity theory. Okay, this theory you can simply remember the name J.B. Clark. J.B. Clark, who developed the
മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. അതിലൊന്നും നോക്കാനൊന്നുമില്ല കേട്ടോ. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എൻ്റർപ്രണർഷിപ്പ്, ഇവരുടെ പേയ്മെൻറ്റ്, ഇവരുടെ റെമ്യൂണറേഷൻ വിൽ ബി ബേസ്ഡ് ഓൺ മാർജിനൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നൊരു സംഭവമാണ്. നല്ലൊരു ഡയഗ്രമൊക്കെ വരച്ച് ഒരു ടേബിളൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഇൻട്രൊഡക്ഷൻ കൊടുത്ത് നല്ല കൺക്ലൂഷൻ കൊടുത്തിട്ട് എസ്സേക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ഏരിയയാണ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ജെബി ക്ലാർക്ക്. ദിസ് മൊഡ്യൂൾ ഈസ് ഓവർ. സിമ്പിൾ അല്ലേ? ഓക്കെ, നൗ ഫോർത്ത് മൊഡ്യൂൾ. വാട്ട് അബൌട്ട് ഫോർത്ത് മൊഡ്യൂൾ? നാഷണൽ ഇൻകം കൺസെപ്റ്റ്സ് ആൻഡ് മീനിങ്. ഓക്കെ, this module is entirely associated with national income. Very interesting module. കാരണം മാക്രോ എക്കണോമിക്സിൻ്റെ പാർട്ട് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. മാക്രോ എക്കോണമി നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ജോൺ മെനാർഡ് കെയ്ൻസ് ആൻഡ് സോ ഓൺ. അപ്പോൾ ഇവിടെ നാഷണൽ ഇൻകം കൺസെപ്റ്റ്സ് ആൻഡ് മീനിങ് എന്ന് പറയുന്നതിൽ നാഷണൽ ഇൻകം എന്ന് പറയുമ്പോൾ എന്താ? ഇറ്റ് ഈസ് ദ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി ഡ്യൂറിങ് 1 year. ഓക്കെ, അപ്പോൾ നാഷണൽ ഇൻകവുമായി ബന്ധപ്പെട്ട ധാരാളം കൺസെപ്റ്റുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, യു ക്യാൻ സേ GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, ദെൻ GNP, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്, NDP, നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, ദാറ്റ് ഈസ് GDP മൈനസ് ഡിപ്രീസിയേഷൻ, ദെൻ NNP, GNP minus depreciation, you will get NNP. Then similarly, national income at factor cost, national income at market price, similarly GDP at market price or factor cost, and so on. So here we will discuss important concepts and key words associated with national income. Very interesting area. That is about, we needed to define first, then its significance of national income. There are lots of relevance we will discuss. Then concepts of national income, we will discuss all these areas, actual GNP, potential GNP, and so on. Okay, രാജ്യത്തിൻ്റെ GDP കൂടി എന്ന് പറയുന്നത്, that is indicator of economic growth, sometimes may be welfare of the people, and so on. Okay, then what about the income earned from abroad? And there are lots of concepts associated with these areas. Now, importance of the estimation of national income. I don't want to explain more. It is really very important for policy purpose, comparison, and to understand the problems of the economy. Sectoral contributions like agriculture, industry, and services to, gross domestic product of the country. There are lots of things we needed to understand. Then estimation of national income here, measurement of national income. What are the methods that extensively used for measuring national income? Product method, isn't it? നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഡീൽ ചെയ്യുന്ന സംഭവമാണ് അല്ലേ, പ്രോഡക്റ്റ് മെത്തേഡ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വാല്യൂ ആഡഡ് മെത്തേഡ്. ദെൻ ഇൻകം മെത്തേഡ്. ഓക്കെ, തേർഡ് വൺ എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഓർ ടോട്ടൽ ഔട്ട്ലേ മെത്തേഡ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. Then the last topic, what are the major difficulties associated in estimation of national income? There are lots of conceptual difficulties, computation of national income, double counting and triple counting. There are a number of things are there. Okay, so വളരെ മനോഹരമായിട്ട് വളരെ ഈസി ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് നാഷണൽ ഇൻകം കൺസെപ്റ്റ്സ് ആൻഡ് മീനിങ്. അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ്. ഓക്കെ, ഒത്തിരി 2 മാർക്ക് 5 മാർക്ക് എസ്സേ, ഇപ്പോൾ പ്രോഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ഒരു എസ്സേ വരെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നൗ ലെറ്റ് us move last module of introductory economics 1, that is classical versus Keynesian economics. Okay, here we need to understand the ideas, techniques and postulates of classical economist. Classical economist എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ പേരാണെന്ത്? ആഡം സ്മിത്ത്, ഫാദർ ഓഫ് എക്കണോമിക്സ്. ആഡം സ്മിത്ത്, JB Say, then David Ricardo, and Malthus, and so on. ഇപ്പോൾ ക്ലാസിക്കൽ എക്കണോമിസ്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ലൈസൻസ് ഫെയർ എക്കോണമി, that is not supported any government intervention. They believed in market forces like demand and supply.
സോ മൊഡ്യൂൾ 5th മാക്രോ എക്കണോമിക്സ് പാർട്ടിൽ സ്റ്റാർട്ട് അസംഷൻസ് ഓഫ് ക്ലാസിക്കൽ എക്കണോമിക്സ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഏരിയ ആണ് സെയ്സ് ലോ ഓഫ് മാർക്കറ്റ് അല്ലേ. സെയ്സ് ലോ ഓഫ് മാർക്കറ്റ് എന്താ പറയുന്നത്? സപ്ലൈ ഓൾവേസ് ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. ഇറ്റ്സ് ഓൺ ഡിമാൻഡ് ഫണ്ടമെൻ്റൽ idea of classical economist, Say's law of market. No more overproduction, no more general unemployment and so on. സത്യത്തിൽ ജോൺ മെനാർഡ് കെയ്ൻസും ഇവരുടെ ഒരു ഫോളോവേഴ്സ് ആയിരുന്നു കേട്ടോ. ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സെയ്സ് ലോ ഓഫ് മാർക്കറ്റ്, അതുപോലെ ഫുൾ എംപ്ലോയ്മെൻറ്റ്, വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി എന്നൊക്കെ പറഞ്ഞ ആ ഏരിയ കഴിഞ്ഞിട്ട് കെയ്നീഷ്യൻ റെവല്യൂഷൻ പറയണം അല്ലേ. ജോൺ മെനാർഡ് കെയ്ൻസ് വളരെ രസകരമായിട്ട് ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഗ്രേറ്റ് ഡിപ്രഷൻ വന്നു. എക്സാക്ട് പീരീഡ് ഈസ് 1929 to 1933. ദാറ്റ് ഈസ് ഓൾസോ സ്റ്റാർട്ടഡ് ഫ്രം അമേരിക്ക. എക്കോണമിയിൽ മൊത്തമായിട്ട് ഡിസോർഡർ വന്നു, ഇംബാലൻസസ്, ജനറൽ ഓവർ പ്രൊഡക്ഷൻ, ജനറൽ അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് സോ ഓൺ. ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് പറഞ്ഞതൊക്കെ എല്ലാം ഡിസ്മാൻഡിൽഡായി. ഓക്കെ, there is always that is unsold product are there, general unemployment, economic crisis and so on. ആ സമയത്താണ് കെയ്നീഷ്യൻ അല്ലെ, ജോൺ മെനാർഡ് കെയ്ൻസ്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമുണ്ട് 1936 പബ്ലിഷ് ചെയ്ത. എന്താണ് അതിൻ്റെ പേര്? ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. അദ്ദേഹം മാക്രോ എക്കോണമിക്ക് വിഭാവനം ചെയ്തു, ഫിസ്ക്കൽ പോളിസിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. എങ്ങനെ, ഹൗ ക്യാൻ വി റിക്കവർ എക്കോണമി ഫ്രം ഗ്രേറ്റ് ഡിപ്രഷൻ? ആ ഒരു മാറ്ററാണത് കെയ്നീഷ്യൻ റെവല്യൂഷൻ, ന്യൂ എക്കണോമിക്സ്. ഡിപ്രഷൻ എക്കണോമിക്സ് എന്ന് പറയാറുണ്ട്. കാരണം എന്താ? ഹി ആക്ച്വലി പ്രൊവൈഡ് ആൻ ഓൾട്ടർനേറ്റീവ് ആൻഡ് മെഡിസിൻ ടു ട്രീറ്റ് ഗ്രേറ്റ് ഡിപ്രഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കെയ്നീഷ്യൻ റെവല്യൂഷൻ വരുന്നുണ്ട്. ദെൻ മേജർ കൺസെപ്റ്റ്സ് ഓഫ് കെയ്ൻസ്: EPC, ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം; MPC, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ദെൻ ഇഫക്റ്റീവ് ഡിമാൻഡ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ, കൺസംഷൻ ഫംഗ്ഷൻ. ദർ ആർ ലോട്ട്സ് ഓഫ് concepts associated with John Maynard Keynes, including liquidity preference theory of interest. Okay, now post Keynesian developments syllabusൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് കൺസെപ്റ്റ്സ് ഓൺലി. കെയ്ൻസിൻ്റെ ജനറൽ തിയറി എന്ന് പറയുന്ന ആ കൺസെപ്റ്റ്സ്, ഐഡിയാസ് ഫോളോ ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ട എക്കോണമിയെ കോറിലേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഒരു കൂട്ടം എക്കണോമിസ്റ്റുകൾ. ഫോർ എക്സാമ്പിൾ മൈക്കൽ കലക്കി, നിക്കോളസ് കാൾഡർ, ജോൺ റോബിൻസൺ എന്നൊക്കെ പറയുന്ന എക്കണോമിസ്റ്റുകളുടെ ഐഡിയാസ്, അതിൻ്റെ ഫണ്ടമെൻ്റൽ എന്താണ്? കെയ്നീഷ്യൻ ഐഡിയാസ്, ജനറൽ തിയറി. ഓക്കെ, ആ ഒരു കൂട്ടം എക്കണോമിസ്റ്റുകൾ വിളിക്കുന്ന പേരാണത് പോസ്റ്റ് കെയ്നീഷ്യൻ ഡെവലപ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട 6 ഏരിയാസാണ് ക്ലാസിക്കൽ വേഴ്സസ് കെയ്നീഷ്യൻ എക്കണോമിക്സ്. പറയാൻ എളുപ്പമുണ്ട്, ബട്ട് അത്യാവശ്യം റെഫർ ചെയ്യാനുണ്ട്. ഒരുപാട് 5 മാർക്ക് 2 മാർക്ക് എസ്സേസ് ഒക്കെ ഒളിഞ്ഞ് കിടപ്പുണ്ട്. വളരെ സെറ്റ് ചെയ്തിട്ട് നോക്കണം. ഓക്കെ, ഇനി ഈ 5 മൊഡ്യൂളും റെഫർ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്കുള്ള റെഫറൻസസ്, പ്രധാനപ്പെട്ട പുസ്തകം മൈക്രോ എക്കണോമിക്സിൻ്റെ ഫസ്റ്റത്തെ 3 മൊഡ്യൂൾ ശ്രദ്ധിക്കുക. കൗട്സേനിയാസിൻ്റെ മൈക്രോ എക്കണോമിക്സ് മറക്കരുത് കേട്ടോ. കൗട്സേനിയാസിൻ്റെ മൈക്രോ എക്കണോമിക്സ്, അതുപോലെ ഡൊമിനിക് ആൻഡ് സാൽവറ്റോറിൻ്റെ മൈക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സിന് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ദിവേദിൻ്റെ മാക്രോ എക്കണോമിക്സ് തിയറി ആൻഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ, പ്ലസ് ഗ്രിഗറി മാൻഗീവിൻ്റെ മാക്രോ എക്കണോമിക്സ്. ഈ 4 പുസ്തകങ്ങളും നിങ്ങൾക്ക് റെഫർ ചെയ്യാം. എക്സാമിന് സഹായിക്കാൻ പറ്റുന്ന ഒത്തിരി പുസ്തകങ്ങളും ഗൈഡ് ബുക്കുകളും അവൈലബിൾ ആണ്. നിങ്ങൾക്കത് ഫോളോ ചെയ്യാം. ഇൻട്രൊഡക്ടറി എക്കണോമിക്സ് സെക്കൻഡ് നിങ്ങൾ 3rd or 4th സെമസ്റ്ററിൽ വരുന്നുണ്ട്. അതിലും ഇന്ത്യൻ എക്കോണമി, പബ്ലിക് ഫൈനാൻസ്, മണി ആൻഡ് ബാങ്കിങ്, ഇൻ്റർനാഷണൽ ട്രേഡൊക്കെ അടങ്ങുന്നുണ്ട്. അതിന് വേണ്ട ഒരു പുസ്തകം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻട്രൽ കോഓപ്പറേറ്റീവ് സ്റ്റോർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇൻട്രൊഡക്ടറി എക്കണോമിക്സ് സെക്കൻഡ്. നിങ്ങൾക്ക് അടുത്ത സെമസ്റ്ററിൽ നിങ്ങൾക്കത് റെഫർ ചെയ്യാം. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് ഇൻട്രൊഡക്ടറി എക്കണോമിക്സ് 1. അപ്പോൾ വളരെ വിശാലമായിട്ട് നമ്മൾ സിലബസ് ഡിസ്കസ് ചെയ്തു. അപ്പം എൻ്റെ ഒരു റിക്വസ്റ്റ്, ഈ ഒരു അനാലിസിസ് നിങ്ങൾ വളരെ A to Z മനസ്സിലാക്കുക. വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് മുന്നോട്ട് പോവുക. സുഹൃത്തുക്കൾക്ക്, സ്റ്റുഡൻസിന് നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എടുക്കുന്ന എഫേർട്ട്, കാരണം നമ്മുടെ കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി ഇഷ്യൂസ് ഉണ്ട്, റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ബട്ട് എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ നമ്മളൊരു അവസരമാക്കി മാറ്റുകയാണ് അല്ലേ. നമ്മൾ ഇതൊക്കെ ഒരു അവസരമാക്കി മാറ്റുകയാണ്. നമുക്കതിനൊക്കെ
കൗണ്ടർ ചെയ്യാനും നമുക്കൊരു നല്ല ഒരു നാളെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഒരു ഓൺലൈൻ ക്ലാസ് നമ്മുടെ ഏറ്റവും ഒരു വലിയ മീഡിയമാണ്. അപ്പോൾ അത് നമ്മൾ ഫോളോ ചെയ്യുന്നു. നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് പ്രത്യേക റിക്വസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. സ്റ്റേ പോസിറ്റീവ് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.